നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നു. കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം സിറ്റിയുടെ പടിയിറങ്ങുകയാണ്. ഇത് ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിച്ച് കഴിഞ്ഞു. പകരം ആര് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്കറിയാലോ അത് ആരാന്ന്. കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടാണ്. എൻസോ മരേസ്ക പകരം കോച്ചായിട്ട് സിറ്റിയുടെ ടീമിലേക്ക് എത്തും. നമുക്കറിയാം, നീണ്ട കാലമാണ് സിറ്റിയിൽ പെപ് ഗാർഡിയോള കോച്ചായിട്ടിരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം അവരുണ്ടാക്കിയിട്ടുള്ള കിരീട നേട്ടങ്ങളൊന്ന് നോക്കണം. 2016 ബയൺ മ്യൂണിക്കിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കുള്ള പെപ് ഗാർഡിയോളയുടെ വരവ് അതൊരു ഒന്നൊന്നര വരവായിരുന്നു. പിന്നീട് സിറ്റി നേട്ടങ്ങളങ്ങ് വാരിക്കൂട്ടലായിരുന്നു. മാനേജറായിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയിട്ട് പ്രീമിയർ ലീഗ് 2017, 18, 19, 20, 21, 22, 23, 24 സീസണുകളിലൊക്കെ പ്രീമിയർ ലീഗ് വാരിക്കൂട്ടി. FA കപ്പ് 2018, 19, 22, 23, 25, 26 ഈ സീസണുകളിലൊക്കെ നേടി. ഈ സീസണിൽ ഇപ്പം FA കപ്പ് നേടിയല്ലോ. ദെൻ EFL കപ്പിൽ 17, 18, 18, 19, 19, 20, 21, 25, 26 ഈ സീസണിലും അതുകൂടി നേടിയിട്ടാണ് പോകുന്നത്. കമ്മ്യൂണിറ്റി ഷീൽഡ് 2018, 19, 2024, അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് 2022, 23, യുവേഫ സൂപ്പർ കപ്പ് 2023, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 2023 എല്ലാം നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിലെ അവസാന റൗണ്ടിൽ ചെറിയ പ്രതീക്ഷയും കൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അത് സാധിച്ചാലും ഇല്ലെങ്കിലും ലെജൻഡായിട്ട് തന്നെ അദ്ദേഹം മടക്കുന്നു. ഫാബ്രിസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: പെപ് ഗാർഡിയോള എക്സ്പെക്റ്റഡ് ടു ലീവ് മാഞ്ചസ്റ്റർ സിറ്റി ദിസ് സമ്മർ വിത്ത് എൻസോ മരേസ്ക ഓൾവേസ് ബീൻ ആസ് ദി ഓൺലി റീപ്ലേസ്മെൻറ്റ് വാണ്ടഡ്. പെപ് ഗാർഡിയോള അടുത്ത ദിവസങ്ങളിൽ ക്ലബിനോട് ഗുഡ് ബൈ പറയാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മരേസ്ക സിറ്റിയോട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ് എന്നുകൂടി ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.